ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എക്സാം എഴുതാൻ വന്നിട്ടുള്ളത് ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ മൂന്നാമത്തെ എക്സാം. അപ്പോൾ ചെത്ത് ലുക്കിലാണ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. ഇതാണ് എൻ്റെ എക്സാം സെൻറ്റർ. കോൺകോഡ് കോളേജ് എന്ന് പറയും. കിട്ടില്ല എന്ന് ആംബിയൻസ് ആമത്തെ ഇടതാ. കിട്ടില്ല എന്ന് വെച്ചാൽ എക്സാം എഴുതാൻ വന്നവർക്ക് മുതലാവും എന്ന് വെച്ചാൽ അമ്മാതിരി മുതൽ ആംബിയൻസ് ആണ്. വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിരാവിലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും എത്തിയില്ല. എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തി. നല്ലൊരു നീറ്റ് ആൻഡ് വൈബ് കോളേജാണ്. വൈബ് എന്ന് വെച്ചാൽ വൈബ് കോളേജ്. എക്സാമിനൊന്നും ഒരിക്കലും മുതലാവും. 2-3 ഫോട്ടോസൊക്കെ എടുക്കാം, സെറ്റായിട്ട് പോകും. ഞാൻ എന്തായാലും കോളേജിൻ്റെ ഉൾവശലും കാണിച്ചു തരാം. പുറത്തങ്ങനെ സാറന്മാരാരും കാണുന്നില്ല. ഒരു സെക്യൂരിറ്റി കണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. മൂപ്പര് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അതിലോട്ട് കയറിയാൽ മുമ്പിൽ തന്നെ ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് കയറാം. തുറന്നിട്ട് നോക്കാം. ഓക്കെ, യെസ് ഗൈസ്, ഇതാണ് നമ്മൾ എക്സാം സെൻറ്റർ. അല്ല, ഇതല്ല കേട്ടാ, ഇതിനേക്കാളും മേലെ കയറണം. ഓക്കെ, ഇത് താഴെത്തിയിട്ടുള്ളൂ. സോറി, ഇതിൻ്റെ മേലെ. യെസ്, ഓപ്പൺ ചെയ്യും. ഇതാണ് ഗൈസ്. ഇതിലിതാ ആദ്യം തന്നെ എലോൺ മസ്കിനെ കാണാം. എലോൺ മസ്കിൻ്റെ തോട്ട്സും ഫർവാനി തോട്ട്സും. ഇവിടെ നിന്നുള്ള ആംബിയൻസ് നോക്കുമ്പോഴത്തെ കിട്ടില്ല കോളേജാണ്. ഇത് മൊത്തം ഞാൻ നടന്ന് കാണിച്ചു തരാം. ഇവിടെ ആദ്യം തന്നെ ഇതൊരു സെൻറ്ററാണ്, ഒരു ഹാളാണ്, എക്സാം ഹാളാണ്. എലോൺ മസ്കിൻ്റെ എന്തെല്ലാം തോട്ട്സെല്ലാം ഉണ്ട്. പിന്നെ ഇതാരാ എന്തോ പേര്. ഇവൻ്റെ ഒരു തോട്ട്സ് ഉണ്ട്, കൂടെ ഫർവാനി തോട്ട്സും. പിന്നെ ബിൽ ഗേറ്റ്സ് ഉണ്ട്, ബിൽ ഗേറ്റ്സിൻ്റെ തോട്ട്സ്. ഇതാണ് എക്സാം ഹാൾ. എൻ്റെ എക്സാം ഹാൾ ഇതാണ്. ഇതിൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ. ഫസ്റ്റ് എക്സാമിൽ ഞാൻ ഫ്രണ്ടിലായിരുന്നു, രണ്ടാമത്തെ എക്സാമിൽ ഞാൻ ബാക്കിലായിരുന്നു. അപ്പുറം ഒരു ടീച്ചർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ സീനാവും വ്ലോഗ് എടുക്കുന്നത്. അത് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം ഞാൻ പുറത്തെ കാഴ്ചകളും കൂടി കാണിച്ചതാണ്. ആടെ ടീച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി നല്ല സ്കിപ്പായി മേലേക്ക് കയറി നിൽക്കുന്നുണ്ട്. മേലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ അതിനേക്കാളും സീന നിങ്ങളുടെ വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എക്സാം നോക്കി. അപ്പം ഞാനല്ല കേട്ടോ ഫസ്റ്റ്, 2 ആൾക്കാർ ആടെയുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു ആംബുലൻസ് കൂടി കാണിച്ചാൽ ഇത് സംഭവമില്ലേ, ടോട്ടലി ഒരു ആസ്തറ്റിക് ലുക്കിലുള്ള ഒരു കോളേജാണ്. കിട്ടിയില്ല ആംബുലൻസാണ് കാണിച്ചു തരാം. എന്താ ഇത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്ര രസത്തിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. ബട്ട് കിട്ടില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവമാണ് ഈ കോളേജ്. എക്സാമിന് വന്നവർക്കൊക്കെ മുതലാവും. ഇനിയും പറഞ്ഞുകൊടുക്കണം, അത്രയും കിട്ടില്ല. നല്ലൊരു എന്താണ് ക്ലിയറിൽ നീറ്റിൽ കൊണ്ടുപോകുന്നൊരു കോളേജ്. അത്യാവശ്യം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ മീൻസ് നല്ല വൃത്തിയുണ്ട്. അങ്ങ് കാണാം ഓരോ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ഈ കൂടുതൽ വീഡിയോ ഇടുന്നില്ല, വീഡിയോ നിർത്തലേ. കൂടുതൽ കാണിച്ചു തരാമെന്നെല്ലാം വിചാരിച്ചായിരുന്നേ. കോളേജിലും ചാടിയൊരു ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം നല്ല വെട്ട് കിട്ടും എക്സാമിന് വന്ന് വ്ളോഗ് എടുക്കുന്നത് കണ്ടാൽ. അപ്പം എന്താക്കട്ടെ, എന്തേലും 2 അക്ഷരം നോക്കട്ടെ. ഓക്കെ, കുറേ കുട്ടികൾ വരുന്നുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ ഒരു ചെറിയ ചമ്മലം. അപ്പം എന്താക്കാം, വ്ളോഗ് മതി തോന്നുന്നു. ഞാൻ എന്തായാലും ഈ കോളേജിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതായത് കിട്ടില്ല കോളേജാണ്. ഇനി എക്സാമിന് ശേഷം എക്സാമിൻ്റെ റിവ്യൂയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വെയിറ്റപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പം ശരി, എക്സാം കഴിയട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ എക്സാം കഴിഞ്ഞു ഗൈസ്. വലിയ മോശമില്ലാത്ത എക്സാം ആയിരുന്നു, എന്നാൽ അത്ര നല്ല ഈസി അല്ല. കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ഇതിൽ, അതായത് ഇന്നത്തെ വിഷയം ഹിസ്റ്ററി ഇൻ്റർനാഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഹിസ്റ്ററി എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നം ഉണ്ടായിക്കില്ല. പിന്നെന്താണ്, പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെ എക്സാം സെൻറ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ്, അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ ഡിഗ്രി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെഗുലറായിട്ട് പോകുന്നില്ല. സോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എക്സാം സെൻറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് പിലാത്തറയാണ്. ഇപ്രാവശ്യം ഞാൻ ഓവർ കോൺഫിഡൻസിൽ കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്താണ് നായാട്ടുപാറ കോൺകോട് കോളേജ്, അങ്ങനത്തെ ഒരു കോളേജിൽ കിട്ടിയത്. നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ കോളേജ് അടിപൊളിയാണ്. പിന്നെന്താണ് എക്സാം ചെറിയ രീതിയിൽ ടഫാണ്, ബട്ട് ഇൻഷാ അല്ലാ നമ്മൾ പിടിക്കും. അടുത്തൊരു എക്സാം കൂടി അല്ല, ഇനി അടുത്ത 2 എക്സാം കൂടി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞത് ടോട്ടൽ 3 എക്സാം കഴിഞ്ഞു. ഇനി ഒന്നും കൂടി റമദാൻ മാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റമദാൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു എക്സാം കൂടി ഉണ്ടാവുക. ഇതാ കോളേജിൻ്റെ കവാടം കാണിച്ചേ. അല്ല, ഇത് സ്കൂളിൻ്റെ കവാടമാണ്, സ്കൂളിൻ്റെ കവാടം. സ്കൂളും വൈബ് കോളേജും. ഇതാരും എടുത്തിനോളി സാധനം നൈസ്, അതായത് ഒരു ആസ്തറ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ആസ്തറ്റിക് ലുക്കിലുള്ള സാധനം. ഫുള്ള് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ടുപോകുന്നൊരു കോളേജ്. എന്തായാലും കോളേജിന് 100-ൽ 100 കൊടുക്കാം. എനിക്ക് അത്ര മാർക്ക് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റൂല. അപ്പം ഇൻഷാ അല്ലാ നോമ്പെടുത്തിട്ടും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും എഫേർട്ടിൽ വ്ളോഗ് എടുത്ത ഫർവാനി തോട്സിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻസിപ്പിൾ പോലും എത്തുന്നതിന് മുന്നേ ഞാൻ എന്താക്കിയിട്ടുണ്ട്, കോളേജിൽ എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾ പോലും, അതായത് ഈ കോളേജിൻ്റെ ഓഫീസ് സ്റ്റാഫ് പോലും എനിക്ക് ശേഷം എത്തുന്നത്. ആകെ ഞാനിവിടെ വരുമ്പോൾ ഉണ്ടായത് സെക്യൂരിറ്റി മാത്രം. സെക്യൂരിറ്റി എന്നോട് വന്നോട് ചോദിച്ചത്, എന്താ മോൻ ഇത്ര നേരത്തെ, എന്ത് ഇവിടെ ജോലി ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ല, എക്സാമിന് വന്ന്. എക്സാമിന് ഇത്ര നേരത്തെ വന്നിരും. ഞാൻ നോമ്പിൽ അത്താഴം വെച്ച് സുബീസ്കരിച്ച് കഴിഞ്ഞപാട് തന്നെ രാവിലെ തന്നെ തണുപ്പും കൊണ്ട് അങ്ങനെ തന്നെ ഓടിയത് വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് എക്സാമിൻ്റെ വ്ളോഗും കൂടി എടുക്കാം. നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്താക്കുക കമൻറ്റ് ചെയ്യുക. പിന്നെ വ്ളോഗ് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം ശരി, ബായ്.